വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമുക്ക് ഇന്ന് ജോഗ്രഫി +1 ജോഗ്രഫിയിൽ ഓണം എക്സാമിന് വരാൻ പോകുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതെന്ന് നോക്കിയാലോ അല്ലേ? നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങൾക്ക് ഓണം എക്സാം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ സ്കൂളുകളിൽ നമുക്ക് എന്തായാലും എക്സാം നടത്തും. അപ്പോൾ എക്സാം നടത്തുമ്പോൾ നമുക്ക് അറിയേണ്ട ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. ജോഗ്രഫി പഠിക്കുന്ന മക്കൾക്ക് മനസ്സിലാകും എത്രത്തോളം ചാപ്റ്റേഴ്സ് നമുക്ക് +1 ജോഗ്രഫിയിൽ പഠിക്കാനുണ്ട് എന്നുള്ളത് അല്ലേ. മാത്രമല്ല നമുക്ക് ജോഗ്രഫി +1 പാർട്ട് എയും പാർട്ട് ബിയുമായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിന്നും എത്രത്തോളം ചാപ്റ്റേഴ്സുകളാണ് നമുക്ക് ഈ ഓണം എക്സാമിന് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. നോക്കാം. യെസ്, നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പാഠം ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലേ. ജിയോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ, ഭൂമിശാസ്ത്രം എന്ന പഠനശാഖ അല്ലേ. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഏത്? ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എർത്ത്, ഭൂമിയുടെ ഉത്ഭവവും പരിണാമവുമാണ് രണ്ടാമത്തെ പാഠം. അതുപോലെ ദ ഇന്റീരിയർ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഉൾഭാഗം. Then fourth one is distribution of oceans and continents, സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണം. Then geomorphic process, രൂപവൽക്കരണ പ്രക്രിയകൾ. അതുപോലെ ലാസ്റ്റ് വൺ ഈസ് ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ എവല്യൂഷൻ, ഭൂരൂപങ്ങളും അവയുടെ വികാസ പരിണാമങ്ങളും അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പാർട്ടിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം പാഠങ്ങൾ പഠിക്കാനുണ്ട്. സിമ്പിൾ ആണോ ചാപ്റ്റേഴ്സ്? ഒന്ന് കമൻറ്റ് ചെയ്യുക, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ സിമ്പിൾ ആണോ എന്നുള്ളത്. അതോ ടഫ് ആണോ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജെന്യൂൻ ആയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിൽ നിന്നും 6 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ദെൻ സെക്കൻഡ് അല്ലെ പാർട്ട് ബിയിൽ നിന്ന് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ദ ഇന്ത്യൻ ലൊക്കേഷൻ അല്ലെ, ഇന്ത്യയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. പക്ഷെ അതൊരു മാപ്പ് റിലേറ്റഡ് ചാപ്റ്റർ ആണ്. നിങ്ങൾ പഠിച്ചവർക്ക് അറിയാമായിരിക്കും ഈ ചാപ്റ്റർ എന്താണെന്നുള്ളത്. അതിൽ നിന്നും രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എന്ത്? സ്ട്രക്ചർ ആൻഡ് ഫിസിയോഗ്രഫി, ഘടനയും ഭൂപ്രകൃതി ശാസ്ത്രവും. അപ്പോൾ നമുക്ക് ഇത്രയോത്തോളം അല്ലെ 8 ചാപ്റ്ററോളം നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? +1 ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ പഠിച്ച മക്കൾക്ക് ഈസി ആയിരിക്കും. പഠിക്കാത്തവരിങ്ങനെ മേലേക്ക് നോക്കുന്നുണ്ട്, അയ്യോ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സാണ് നമുക്ക് +1 ജോഗ്രഫിയിൽ ഓണം എക്സാമിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.